2017 ജസ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് 61,000 കോടിയുടെ IPO ആയി വരുന്ന ഗ്രോനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമായി മാറിയ ഈ ഗ്രോ IPO ആയി വരുമ്പോൾ അതിലെ ഫൗണ്ടേഴ്സ് ഉണ്ടാക്കാൻ പോകുന്ന റിട്ടേൺസ് 40 മടങ്ങും 50 മടങ്ങും റിട്ടേൺസ് ആണ്. പക്ഷേ ഇവിടെ ചോദ്യം വരുന്നത് ഈ IPO ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം പോയി നിങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. എല്ലാവരും എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവ് നിന്ന് കാണാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് IPOയുടെ ബേസിക് ഡീറ്റെയിൽസ് നോക്കാം. November 4th IPO ഓപ്പൺ ചെയ്യുന്നത്. November 7th ഇത് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. November 12 കൂടെ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ആവുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. IPOയുടെ ഇഷ്യൂ സൈസ് വരുന്നത് 6,600 കോടിയാണ്. പ്രൈസ് ബാൻഡ് നമ്മൾ നോക്കിയാൽ 95 100 റുപ്പീസിന് ഇടയിലാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് ഇതിൽ ബിഡ് ചെയ്യാൻ പറ്റുക. എങ്ങനെയാണ് IPO ബിഡിങ് ചെയ്യേണ്ടത്, IPO എന്താണെന്നൊന്നും അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ചെക്ക് ഔട്ട് ചെയ്യുക. കംപ്ലീറ്റ് IPO ഫ്രം A to Z നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ 6,600 കോടിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1000 കോടി ഫ്രഷ് ഇഷ്യൂ ആയിട്ടാണ് അവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രഷ് ഷെയർസ് ഇഷ്യൂ ചെയ്തതിൻ്റെ വാല്യൂ ആണ് 1000 കോടി. ആ 1000 കോടിയിൽ അവർ റേസ് ചെയ്യുന്ന പൈസ മൊത്തം കമ്പനിക്കായിരിക്കും പോകുക. അതായത് ഗ്രോ എന്ന് പറഞ്ഞ കമ്പനിക്കാണ് പോകുക. ബൈ ദ വേ ഗ്രോ എന്ന് പറഞ്ഞ കമ്പനി ഒഫീഷ്യലി അവരുടെ നെയിം ബില്യൺ ബ്രെയിൻസ് ഗരാജ് വെഞ്ചേഴ്സ് ആണ്, അഥവാ BGV എന്നുള്ള രീതിയിലായിരിക്കും ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത്. ഗ്രോ എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രാൻഡ് മാത്രമാണ്. ആ 1000 കോടിയിലെ പൈസ അവർ ഉപയോഗിക്കാൻ പോകുന്നത് ഓൾമോസ്റ്റ് 150 കോടി ഓൾറെഡി ഉള്ള ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടി, അപ്പോൾ സ്റ്റോക്ക് ബ്രോക്കിങ്ങിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലൗഡ് ഫെസിലിറ്റീസ് ബിൽഡ് ചെയ്യാനും, 225 കോടി മാർക്കറ്റിംഗ് ബ്രാൻഡ് പ്രൊമോഷനും, 200 കോടി അവരുടെ പുതിയ സബ്സിഡിയറീസ്, ഫോർ എക്സാമ്പിൾ അവർ ലോൺ കൊടുക്കുന്ന ഒരു കമ്പനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാണ് പോകുന്നത്. ബാക്കി വരുന്ന 5,500 കോടി എന്ന് പറഞ്ഞാൽ ഓഫർ ഫോർ സെയിലാണ്. അതായത് ഓൾറെഡി ആ ഒരു കമ്പനിയിൽ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആയിക്കോട്ടെ, അവർ സെല്ല് ചെയ്തിട്ട് അവർ പൈസ സ്വന്തമായിട്ട് വെക്കാൻ പോകാം. അപ്പോൾ ഈ 5,500 കോടി എന്ന് പറഞ്ഞാൽ അത് അവരുടെ കയ്യിലേക്കാണ് പോവുക, കമ്പനിയിലേക്കല്ല പോവുക. അപ്പോൾ അവർ എക്സിറ്റ് ചെയ്യാണ്, അതിൻ്റെ പൈസയാണ് ഈ 1,500 കോടി. ഇനി മനസ്സിലാക്കേണ്ടത് ഈ കമ്പനി ആക്ച്വലി മാർക്കറ്റിൽ വരുമ്പോൾ 6,000 കോടി ആയിരിക്കില്ല അവരുടെ വാല്യുവേഷൻ. അതിൻ്റെ വാല്യുവേഷൻ വരാൻ പോകുന്ന ഓൾമോസ്റ്റ് 61,000 കോടിയാണ്. ഇന്ത്യയിൽ തന്നെ ഫിനാൻഷ്യൽ സ്റ്റോക്സ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റോക്സ് ആയി മാറാൻ പോവാണ് ഗ്രോ. അപ്പോൾ ഈ 61,000 കോടിയും 6,000 കോടിയും തമ്മിൽ വ്യത്യാസം എന്താണ്? 61,000 കോടി എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ ഇനി വരാൻ പോകുന്ന മാർക്കറ്റ് ക്യാപ്പാണ്. 6,600 കോടി എന്ന് പറഞ്ഞാൽ ഇഷ്യൂ സൈസാണ്. സിമ്പിൾ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫോർ എക്സാമ്പിൾ ഒരു പിസ്സ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ പിസ്സയുടെ മൊത്തം വിലയാണ് 61,000 കോടി, അഥവാ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. അതിലൊരു സ്ലൈസിൻ്റെ വിലയാണ് ഈ പറയുന്ന 6,600 കോടി. ഹലോ എവ്രിവൺ, അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിൻ്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലൈസിന്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ ഈ IPO വരുന്ന സമയത്ത് ഇതിലൊരു സ്ലൈസ് ഓൾമോസ്റ്റ് 6,600 കോടി വില വരുമായിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഓൾറെഡി ഉള്ള ഇൻവെസ്റ്റേഴ്സ് പബ്ലിക്കായിട്ട് നമ്മളായിട്ട് എന്ത് ചെയ്യുന്നു, ഈ 6,600 കോടി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ കമ്പനിയുടെ ടോട്ടൽ വാല്യൂ എന്ത് തന്നെയാണ്? 61,000 crore. ആസ് എൻ ഇൻവെസ്റ്റർ നമ്മളും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ആ 61,000 crore. ഇനി ശ്രദ്ധിക്കേണ്ടത് ഓൾറെഡി ഉള്ള പിസ്സേൻ്റെ കൂടെ അവർ ഒരു പിസ്സ സ്ലൈസും കൂടി ഇട്ട് തരുന്നുണ്ട് ആ ഫ്രഷ് ഇഷ്യൂ ആയിട്ട്. അത് രണ്ടും കൂടി ചേർത്തിട്ടായിരിക്കും ശരിക്കും ഓൾമോസ്റ്റ് 6,600 കോടി എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഗ്രോ എന്ന് പറഞ്ഞ കമ്പനിയുടെ മൊത്തം എവല്യൂഷനാണ്. 2017 ഇവർ സ്റ്റാർട്ട് ചെയ്തത് മ്യൂച്വൽ ഫണ്ട് മാത്രം വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അവരത് ആപ്പും കൂടി ബിൽഡ് ചെയ്തു. 2020 കോവിഡിൻ്റെ സമയത്തായിരുന്നു ഇവർ സ്റ്റോക്സിലും കൂടെ തുടങ്ങിയത്. അപ്പോൾ സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് പറഞ്ഞ ഫെസിലിറ്റി ഇവർ സ്റ്റാർട്ട് ചെയ്തു, സീറോതൊക്കെ പോലെ ബേസിക്കലി. പിന്നീട് അവർ ഡെറിവേറ്റീവ്സിലും കൂടി കടന്നു, ഫ്യൂച്ചേഴ്സിനും ഓപ്ഷൻസിനും കൂടി കടന്നു. ഈ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസ് എന്താണെന്ന് അറിയില്ല, ഈ ഒരു വീഡിയോ കാണാം. കംപ്ലീറ്റ് ബേസിക്സ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 2022 കഴിഞ്ഞതോടെ അവർക്ക് NBFC ലൈസൻസ് കിട്ടി. നമ്മുടെ ബജാജ് ഫിനാൻസ്, മുത്തൂറ്റ് ഫിനാൻസ് പോലത്തെ ലോൺ കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിയും കൂടെ അവർ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് 2023 കഴിയുന്നതോടെ ഇവർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമായി മാറി. അപ്പോൾ സീറോദയിനായിക്കോട്ടെ, മോത്തിലാലിനായിക്കോട്ടെ, ഏഞ്ചൽ ഫണ്ടൊക്കെ വരെ വെട്ടിച്ച് ഏറ്റവും വലിയ സ്റ്റോക്ക് ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമായി മാറി. അതേ വർഷം തന്നെ അവരെന്ത് ചെയ്തു, ഇന്ത്യ ബുൾസ് എന്ന് പറഞ്ഞ AMC, ഒരു മ്യൂച്വൽ ഫണ്ട് നടത്തുന്ന കമ്പനിയാണ് AMC എന്ന് വിളിക്കുക, അതിനെ അവർ അക്വയർ ചെയ്തു. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഗ്രോ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ പല മ്യൂച്വൽ ഫണ്ട്സും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതിൽ ഗ്രോവിൻ്റെ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അക്വിസിഷൻ വഴി അവർ മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സിലേക്കും കയറി. അപ്പോൾ അവരുടെ കുറേ മ്യൂച്വൽ ഫണ്ട്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആൻഡ് റീസെൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ബോണ്ടും അതുപോലെ വെൽത്ത് മാനേജ്മെന്റിലേക്കൊക്കെ അവർ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ മൊത്തം എവല്യൂഷൻ. നെക്സ്റ്റ് നോക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ ആക്ച്വലി പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2022 മുതൽ 2025 വരെ നോക്കുകയാണെങ്കിൽ റവന്യൂ ഗ്രോ ചെയ്തത് 127% CAGR-ലാണ്. അത് ഓരോ വർഷവും അവർ ഡബിളിനെക്കാളും പൈസ റവന്യൂവിൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 2022 നമുക്കാണെങ്കിൽ 330 കോടിയാണ് അവരുടെ റവന്യൂ. ഇവിടെ കൊടുത്തിരിക്കുന്ന മില്യൺസിലാണ്, കോടിയിൽ 330 കോടിയാണ്.
2025 കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് 4000 കോടിയിലേക്കാണ് വന്നത്. അതായത് 10 തവണയിൽ കൂടുതലാണ് അവർ റവന്യൂ കഴിഞ്ഞ 3 വർഷത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത്. പ്രോഫിറ്റിൻ്റെ ലെവലും ആ രീതിയിൽ തന്നെ അവർ ഗ്രോ ചെയ്തിട്ടുണ്ട്. ആകെ 2024 ഒരു വൺ ടൈം ടാക്സ് കോസ്റ്റ് വന്നിട്ടുണ്ട്. അവരുടെ US ഒരു കമ്പനി ഉണ്ടായിരുന്നു, ആ US കമ്പനി ഇന്ത്യൻ കമ്പനിയോട് മേർജ് ചെയ്തപ്പം ഒരു വൺ ടൈം എക്സെപ്ഷണൽ കോസ്റ്റ് വന്നിട്ടുണ്ട്. ആ കോസ്റ്റ് വന്നതുകൊണ്ടാണ് ആ ഒരു വർഷം മാത്രം അവർക്ക് ലോസിൽ വന്നത്. അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റും വേറെ ലെവലിലാണ് ഗ്രോ ചെയ്തത്. 2022 ഓൾമോസ്റ്റ് 240 കോടി പ്രോഫിറ്റിൽ നിന്ന് 2025 1800 കോടിയിലധികമാണ് ഇവരുടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. ഇനി ഇത് ഇവരുടെ മാത്രം ഒരു മികവല്ല, അത് ഈ ഒരു ബിസിനസ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതായത് ഈ സ്റ്റോക്ക് ബ്രോക്കിംഗ് ആയിക്കോട്ടെ, അതുപോലെ മ്യൂച്വൽ ഫണ്ടിലായിക്കോട്ടെ, കൂടുതൽ റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അത്രത്തോളം എക്സ്പെൻസ് ഇവർ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ അസറ്റ് ലൈറ്റ് മോഡൽസ് ആണ്. കമ്പയർ ടു ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് ബിസിനസ് ആണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് റവന്യൂ കൂട്ടണമെങ്കിൽ നിങ്ങൾ കൂടുതൽ സൂപ്പർ മാർക്കറ്റിൽ ഇടണം, നിങ്ങൾ കൂടുതൽ അതിന് വേണ്ടി എക്സ്പെൻസ് നിങ്ങൾ എടുക്കണം. അങ്ങനെയൊക്കെ ചെയ്താലേ, അതായത് അസറ്റ് ഹെവി ആയിട്ടുള്ള ബിസിനസ്സാണ്. എന്നാൽ ഈ ബിസിനസ്സുകളുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ റവന്യൂ, ഇൻക്രിമെൻ്റൽ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം ഇൻക്രിമെൻ്റൽ എക്സ്പെൻസ് ഉണ്ടാവില്ല. അപ്പോൾ ആ അഡ്വാൻറ്റേജ് ഇവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കമ്പയർ ടു ബാക്കിയുള്ള കമ്പനീസ് നോക്കുകയാണെങ്കിൽ അതിലും ഗംഭീരമായിട്ട് ഇവർ ഗ്രോ ചെയ്തത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ആക്റ്റീവ് യൂസേഴ്സ് ഗ്രോ ചെയ്തത് ഓൾമോസ്റ്റ് ഒരു 8% CAGR-ലാണ്. എന്നാൽ ഗ്രോയിലെ ആക്റ്റീവ് യൂസേഴ്സ് ഗ്രോ ചെയ്തത് ഓൾമോസ്റ്റ് 40% CAGR-ആണ്. അതായത് ഓൾറെഡി ഉള്ള ഇൻഡസ്ട്രിയുടെ ഒരു 5 മടങ്ങ് ഗ്രോത്ത് ആണ് ഈ ഗ്രോന് ഉണ്ടായത്. ഇനി അടുത്തുള്ള ചോദ്യം, ഗ്രോന് ഇനിയും അങ്ങോട്ടും ഇതുപോലെ ഗ്രോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 മുതൽ 2030 വരെ ബ്രോക്കിംഗ് അതുപോലെ വെൽത്ത് മാനേജ്മെൻറ്റും ബിസിനസ്സും ഗ്രോ ചെയ്യാൻ പോകുന്നത് ഓൾമോസ്റ്റ് 15 to 17% പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലിയർലി ഇൻഡസ്ട്രി എന്തായാലും അങ്ങോട്ട് ഗ്രോ ചെയ്യും. ഗ്രോ എന്ന് പറഞ്ഞാൽ കമ്പനി ഗ്രോ ചെയ്യുമോ? ഒബ്വിയസ്ലി ഇവർ പുതിയ കാര്യങ്ങൾ ഇനിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര മണ്ടത്തരമൊന്നും ചെയ്യുന്നില്ല. വലിയ കോമ്പറ്റീറ്റേഴ്സോ അല്ലെങ്കിൽ ഡിസ്റപ്ഷനോ ഒന്നും ഈ ഒരു ഇൻഡസ്ട്രി ഇനി വരുന്നില്ല എങ്കിൽ ഒബ്വിയസ്ലി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. ആൻഡ് ഹോപ്പ്ഫുള്ളി നിങ്ങൾ സ്റ്റോക്കിൽ ഇടുന്ന പൈസയും ഒബ്വിയസ്ലി ഗ്രോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് വാല്യുവേഷൻ്റെ കാര്യമാണ്. കാരണം കമ്പനി എത്ര അടിപൊളിയാണെങ്കിലും വാല്യുവേഷൻ കറക്റ്റ് അല്ലെങ്കിൽ, നമ്മൾ വാങ്ങുന്ന വാല്യുവേഷൻ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പൈസ ഉണ്ടാക്കില്ല. കമ്പനി പ്രോഫിറ്റും റവന്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, പക്ഷെ നമ്മൾ പൈസ ഉണ്ടാക്കണമെന്നില്ല. വാല്യുവേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രീ IPO PE റേഷ്യോ വരുന്നത് ഓൾമോസ്റ്റ് 33 ആണ്. പോസ്റ്റ് IPOക്ക് ശേഷം വരാൻ പോകുന്ന ഓൾമോസ്റ്റ് ഒരു 40-42 റേഞ്ചിൻ്റെ ഇടയിലായിരിക്കും. മിക്കവാറും ഒരു 41 ആ ഒരു രീതിയിലായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. ഇനി ഈ വാല്യുവേഷൻ മൾട്ടിപ്പിൾ നമ്മളെപ്പോഴും കമ്പാരിസണിലാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോമ്പറ്റീറ്റേഴ്സായിട്ട്, ഗ്രോയിൻ്റെ കോമ്പറ്റീറ്റേഴ്സായിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ ക്ലിയർലി ഗ്രോയിൻ്റെ മൾട്ടിപ്പിൾ ബാക്കിയുള്ളവരെക്കാളും കൂടുതലാണ്. ബാക്കി ആർക്കും ഇതിൻ്റെ അടുത്ത് പോലും മൾട്ടിപ്പിൾ വന്നില്ല. ആകെയുള്ളത് ആനന്ദ് റാട്ടിക്ക് മാത്രമാണ് ഓൾമോസ്റ്റ് 30 വന്നിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. കാരണം ഗ്രോയിൻ്റെ റവന്യൂ നമ്മൾ ലാസ്റ്റ് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ക്ലിയർലി എല്ലാവരെക്കാളും ഡബിളോ കൂടുതലാണ്. അപ്പോൾ അവർ ഈ ഒരു ഹയർ മൾട്ടിപ്പിൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ബൈ ദ വേ PE റേഷ്യോ എന്താണെന്ന് അറിയില്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ₹1 ഏർണിങ്സ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എത്ര രൂപ കൊടുക്കുന്നുണ്ട്? ഈ ഒരു കമ്പനിക്ക് 40 രൂപ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. എന്നാൽ മോത്തിലാലിൻ്റെ ₹1 കിട്ടാൻ വേണ്ടി നിങ്ങൾ വെറും 23 രൂപ കൊടുത്താൽ മതി. അപ്പം ആ ഒരു സാധനമാണ് ഈ ഒരു PE റേഷ്യോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലിയർലി നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരുടെക്കാളും ഓവർ വാല്യൂഡ് ആണ്. പക്ഷേ ആ ഓവർ വാല്യൂഡ് ആവാനുള്ള കൃത്യമായിട്ടുള്ള റീസൺസ് ഉണ്ട്. പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ റവന്യൂ ഗ്രോത്ത് വെച്ചിട്ടല്ല PE മൾട്ടിപ്പിൾ തീരുമാനിക്കപ്പെടുന്നത്. ഇനി അങ്ങോട്ടുണ്ടാകാൻ പോകുന്ന ഗ്രോത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ PE റേഷ്യോ നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. കാരണം മാർക്കറ്റ് എപ്പോഴും ഫോർവേഡ് ലുക്കിംഗ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ നമ്മളിതിൽ നോക്കുകയാണെങ്കിൽ ജിയോജിറ്റ് ആക്ച്വലി ഒരു കേരള ബേസ്ഡ് കമ്പനിയാണ്. ഈ ഒരു PE റേഷ്യോ 13 ആണല്ലേ. അപ്പോൾ 13 PE റേഷ്യോയിൽ മേ ബി അവർ നെക്സ്റ്റ് ഇയർ 10% ഗ്രോ ചെയ്തു വിചാരിക്കുക. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഈ ഗ്രോ എന്ന് പറഞ്ഞ ഈ കമ്പനി മിനിമം ഒരാളോട് 3 times എങ്കിലും ഗ്രോ ചെയ്യണം, 30% എങ്കിലും ഗ്രോ ചെയ്യണം. അങ്ങനെ ഗ്രോ ചെയ്തില്ലെങ്കിൽ ജിയോജിറ്റിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ചിലപ്പോൾ മുകളിലേക്ക് പോയിരിക്കും, പക്ഷേ ഗ്രോയിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ആക്ച്വലി താഴേക്ക് പോകാനാണ് ചാൻസ്. അപ്പോൾ ഓൾറെഡി ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഗ്രോ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇൻഡസ്ട്രിയിലെ ബാക്കിയുള്ള കമ്പനീസിനെ വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 times എങ്കിലും ഇവർ ഗ്രോ ചെയ്താലേ നിങ്ങളിടുന്ന പൈസ നിങ്ങൾക്ക് കൂടുതലായി കിട്ടുള്ളൂ. അങ്ങനെ ഗ്രോ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പൈസ ആക്ച്വലി താഴേക്കാണ് പോകുക. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ. പക്ഷേ അതിൽ നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ പോയിന്റ് വരുന്നത് നമ്മൾ ഈ വർഷത്തെ 2025 കഴിഞ്ഞാൽ 2026 ക്വാർട്ടർലി നമ്മൾ റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ ജൂൺ ക്വാർട്ടറിൽ ടോട്ടൽ ഇൻകം കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടറിനേക്കാളും ആക്ച്വലി കുറവായിരുന്നു. പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കൂടി, പക്ഷെ അതും ഭയങ്കര ഒരു ഗ്രോത്ത് ഒന്നും അല്ല. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്? അപ്പോൾ അതിനുള്ള കാരണം ഈ ഇൻഡസ്ട്രി വൈഡ് റീസൺ ആണ്. കാരണം ഗ്രോന് മാത്രമല്ല ഇത് ഉണ്ടായത്. നമ്മൾ ഏഞ്ചൽ വണ്ണിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിലും സെപ്റ്റംബർ ക്വാർട്ടറിൽ അവരുണ്ടാക്കിയ റവന്യൂ കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറവായിരുന്നു. ജൂണിൻ്റെ നോക്കുകയാണെങ്കിലും കുറവായിരുന്നു. മോത്തിലാലിൻ്റെ നോക്കുകയാണെങ്കിലും നമ്മൾ സെപ്റ്റംബറിൽ നോക്കുകയാണെങ്കിൽ ആക്ച്വലി കഴിഞ്ഞ വർഷത്തിനേക്കാളും കാര്യമായിട്ട് കുറവായിരുന്നു. ജൂണിൽ മാത്രം അവർ കുറച്ചും കൂടി റവന്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു ഇൻഡസ്ട്രി വൈഡ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർക്കൊരു എക്സ്ട്രാ ഒരു ഇൻകം കിട്ടുന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ വലിയ വലിയ ബ്രോക്കേഴ്സ്, മോത്തിലാൽ ആയിക്കോട്ടെ, ഗ്രോ ആയിക്കോട്ടെ, സിറോദ ആയിക്കോട്ടെ, അവരൊക്കെ NSEയിൽ അവർക്ക്
ട്രാൻസാക്ഷൻ കോസ്റ്റിൽ ഒരു ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ കുറേ വോളിയം ട്രേഡ് ചെയ്യുമ്പോൾ ആ വോളിയത്തിനനുസരിച്ച് ഒരു ഡിസ്കൗണ്ട് NSE കൊടുക്കും. പക്ഷേ ആ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടില്ല. നമ്മൾ സീറോദയോ അല്ലെങ്കിൽ ഗ്രോ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഡിസ്കൗണ്ട് പാസ് ഓൺ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു എക്സ്ട്രാ ഒരു സ്പ്രെഡ്, ഒരു എക്സ്ട്രാ ഒരു ഇൻകം അവർക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഇൻകം സെബി പറഞ്ഞു ഇനി മുതൽ ഉണ്ടാകാൻ പോകുന്നില്ല. കൂടുതൽ വോളിയം ചെയ്യുന്നവർക്കൊന്നും NSEക്ക് ഡിസ്കൗണ്ട് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്ന് പറഞ്ഞതോടെ ആ എക്സ്ട്രാ ഇൻകം അവർക്ക് കുറഞ്ഞു. ആ എക്സ്ട്രാ ഇൻകം കുറഞ്ഞതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ഒരു മൊത്തം ഫിനാൻഷ്യൽ ഇയർ ഇനി അങ്ങോട്ട് നമ്മൾ ക്വാർട്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഗ്രോയിൻ്റെ കാര്യത്തിലും ഈ ഒരു എഫക്റ്റ് കാണാൻ പറ്റും. ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ മൊത്തത്തിൽ നമ്മൾ കമ്പയർ ചെയ്താൽ ഒരു പക്ഷേ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഡീഗ്രോത്ത് ആയിരിക്കും ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതാണ് ഒരു വലിയ റിസ്ക്. ഈ ഒരു റിസ്ക് ഇനി അങ്ങോട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കാം. കാരണം ഈ ഒരു മാർക്കറ്റ്, ഈ ബ്രോക്കിംഗ് ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റ് ആയിക്കോട്ടെ, ഇവിടെ രണ്ട് വലിയ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഓവറോൾ എക്കണോമിയുടെ പെർഫോമൻസും അതുപോലെ മാർക്കറ്റ് പെർഫോമൻസും. ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കാര്യമായിട്ട് പെർഫോം ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് ആക്ടിവിറ്റീസൊക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മ്യൂച്വൽ ഫണ്ടിലേക്കാണെങ്കിലും SIPയുടെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കോവിഡിന് ശേഷം ഉണ്ടായ ആ ഒരു ഗ്രോത്ത് അല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് കാര്യമായിട്ട് പെർഫോം ചെയ്യാതെ അല്ലെങ്കിൽ എക്കണോമി നന്നായിട്ട് പോയില്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രീനെ അത് ബാധിക്കും. അതുകൂടാതെ വേറെ റിസ്ക് വരുന്നത് സെബിയുടെ റെഗുലേഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയായിരിക്കും 10-9 ട്രേഡേഴ്സും സ്റ്റോക്ക് മാർക്കറ്റിൽ ലോസ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യം സെബി പല വട്ടങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിനുവേണ്ടി സെബി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ നവംബറിൽ സെബി ചെയ്തൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും വീക്ക്ലി എക്സ്പയറി പല ഇൻഡെക്സുകൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ സെബി ഒന്ന് പറഞ്ഞു ഒരു എക്സ്ചേഞ്ചിൽ ഒരു ഇൻഡെക്സിന് മാത്രമേ വീക്ക്ലി എക്സ്പയറി പറ്റുള്ളൂ, ബാക്കി മന്ത്ലി നിങ്ങൾ വേണം ചെയ്തു ആ വീക്ക്ലി എക്സ്പയറി 1 കുറയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ NSEക്ക് നിഫ്റ്റിയിൽ മാത്രം വീക്ക്ലി എക്സ്പയറിയും ബാക്കി ഓൾറെഡി വീക്ക്ലി എക്സ്പയറി ഉണ്ടായിരുന്ന നിഫ്റ്റി ബാങ്കിലൊക്കെ മന്ത്ലി എക്സ്പയറിലേക്ക് കുറയ്ക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനത്തെ റൂൾസിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ ക്ലിയർലി ഈ ഗ്രോ പോലത്തെ കമ്പനീസ് ഉണ്ടാക്കുന്ന ബ്രോക്കറേജ് ഫീസിലും കാര്യങ്ങളിലൊക്കെ മാറ്റം വരും. അപ്പോൾ ഇവിടെയുള്ള കീ റിസ്ക് എന്ന് പറഞ്ഞാൽ സെബി കൊണ്ടുവരാൻ ചാൻസ് ഉള്ള മാറ്റങ്ങളാണ്. അപ്പോൾ ഗിവൻ ദിസ് നമുക്കുള്ള ചോദ്യം എന്ന് വെച്ചാൽ ഈ മാറ്റങ്ങളൊക്കെ സെബി കൊണ്ടുവരുന്നത് ഗ്രോവിനെ എത്രത്തോളം ബാധിക്കുന്നതാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഗ്രോവിന് പല ബിസിനസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗ്രോവിനെ എത്രത്തോളം ബാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ റീസെൻറ്റ് ഡേറ്റ് എടുത്ത് നോക്കിയാൽ ഗ്രോവിൻ്റെ 80% റവന്യൂ വരുന്നത് ബ്രോക്കിംഗ് സർവീസിനാണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ അതിലൊരു കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 87% വരുന്നത് ബ്രോക്കിംഗ് ആയിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞ് 80% ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ക്ലിയർലി ഇവരെ എഫക്റ്റ് ചെയ്യും. പക്ഷേ ഒരു ഗുണം അവർക്കുള്ളതെന്ന് വെച്ചാൽ മെല്ലെ അവർ ബ്രോക്കിംഗിൽ നിന്ന് ഡൈവേഴ്സിഫൈ ചെയ്ത് പല ബിസിനസ്സിലേക്ക്, വെൽത്ത് മാനേജ്മെൻറ്റ്, NBFC പല ബിസിനസ്സിലേക്ക് വരുന്നതുകൊണ്ട് അവരെ ഭയങ്കരമായിട്ട് ബാധിക്കാത്ത രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ മാറ്റാൻ പറ്റിയേക്കാം. അപ്പം അങ്ങനെ അവരൊരു ക്ലിയർലി ഡിവേഴ്സിഫൈഡ് ആയിട്ടൊരു ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് കുറച്ചും കൂടി റിസ്ക് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗ്രോവിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. ഇനി ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കുള്ള ചോദ്യം ഈ ഒരു കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഒരിക്കലും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നില്ല, കാരണം അത് നിങ്ങൾ സ്വന്തമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം നമുക്ക് വളരെ ക്ലിയർ ആണ്, ഓൾറെഡി ഗ്രോവിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരെക്കാളും പ്രീമിയം വാല്യുവേഷനിലാണ് ഗ്രോ ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 2 times അല്ലെങ്കിൽ 3 times വാല്യുവേഷനിലാണ്. അതിന് കൃത്യമായിട്ടുള്ള റീസൺസ് ഉണ്ട്. ഗ്രോ അതുപോലെ ഗ്രോ ചെയ്തിട്ടുണ്ട്. പക്ഷേ പോയിന്റ് ഈസ് മാർക്കറ്റ് ഈസ് ഫോർവേഡ് ലുക്കിംഗ്. അപ്പോൾ ഒരു 40 PE മൾട്ടിപ്പിളിൽ ഗ്രോ ലിസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഓൾറെഡി മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 25% 30% ഗ്രോത്ത് അടുത്തൊരു 3-4 വർഷം വരുന്നതാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഗ്രോ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഗ്രോയിലിടുന്ന പൈസ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും, സ്റ്റോക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ അതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ, ഫോർ എക്സാമ്പിൾ അടുത്ത 2-3 വർഷം ഈ പറഞ്ഞ 25% 30% ഗ്രോത്ത് ഒന്നും വന്നില്ല, ഒരു 15% 20% ഗ്രോത്തേ വരുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ PE റേഷ്യോ താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുവഴി അതിലെ സ്റ്റോക്ക് പ്രൈസും താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ പൈസ ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൽ ഏതാണ് സംഭവിക്കാൻ പോകുന്നത്, 25% 30% ഗ്രോത്ത് ആണോ 15-20% ഗ്രോത്ത് ആണോ, അത് ഒബ്വിയസ്ലി എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഗ്രോയിനുള്ളത്, ഗ്രോ ബ്രോക്കിംഗ് മാത്രമല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, NBFC ചെയ്യുന്നുണ്ട്. NBFC ലോൺ ബുക്ക് ഓൾമോസ്റ്റ് 1000 കോടി ആയിട്ടുള്ളൂ. അത് ഇനി അങ്ങോട്ടും കാര്യമായിട്ട് ഗ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ബിസിനസ് നോക്കുകയാണെങ്കിൽ അവർ വെറുതെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. വളരെ കുറച്ച് മ്യൂച്വൽ ഫണ്ട്സ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ AUM ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ആ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ കാര്യമായിട്ട് പെർഫോം ചെയ്താൽ നമ്മുടെ SIPs ഒക്കെ കുറേ പൈസ നമ്മളവിടെ കൊണ്ടിടില്ലേ, നമ്മളല്ല കുറേ ആൾക്കാർ കൊണ്ടിടില്ലേ, അങ്ങനെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ AUM കാര്യങ്ങളൊക്കെ ഗ്രോ ചെയ്ത് ആ മ്യൂച്വൽ ഫണ്ട് സ്പേസിൽ അവർക്ക് ഗ്രോ ചെയ്യാം. അവർ വെൽത്ത് മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ബോണ്ടിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഈവൻ സീറോദയുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ സീറോദ ഇപ്പം US സ്റ്റോക്സിൻ്റെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് US സ്റ്റോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുകൂടാതെ IND മണിയൊക്കെ ചെയ്ത പോലെ FDയുടെ പ്ലാറ്റ്ഫോമൊക്കെ അവരുടെ ആപ്പിൽ കൊണ്ടുവരുന്ന രീതിയിലൊക്കെ ചെയ്യാനുള്ള, അതായത് ബേസിക്കലി ഒരു സിംഗിൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആപ്പായിട്ട് അവർ വരികയാണെങ്കിൽ, സൂപ്പർ ആപ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയേക്കാം, 25% 30% ഗ്രോത്തിൽ അവർക്ക് ഇനി അങ്ങോട്ടും ചെയ്യാൻ പറ്റിയേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങളുടെ പൈസ ഗ്രോ ചെയ്യാനാണ് സാധ്യത കൂടുതലുള്ളത്. നേരെ മറിച്ച് ഇവർക്ക് ഇത്രയും നാൾ ഇന്നോവേഷൻ ഇവർ ചെയ്ത പോലെ ഇനി അങ്ങോട്ടും ഗ്രോ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആക്ച്വലി മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ
ചിലപ്പോൾ അവരുടെ ഗ്രോത്ത് താഴേക്ക് പോകാനാണ് ചാൻസ്. കാരണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓൾറെഡി കഴിഞ്ഞ 3 വർഷത്തിൽ ഉണ്ടാക്കിയ ഗ്രോത്ത് നിങ്ങൾ വളരെ ഈസി ആയിട്ട് ഇനി അങ്ങോട്ടും എക്സ്ട്രാപോളേറ്റ് ചെയ്യരുത്. കഴിഞ്ഞ 3 വർഷം 125% CAGR ഗ്രോത്ത് ഉണ്ടാക്കിയ ആൾക്ക് എന്തുകൊണ്ടാണ് 30% ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ട് എന്ന് വിചാരിക്കരുത്. അതിൽ ബുദ്ധിമുട്ടുണ്ട്. അതിന് നമ്മൾ ലോ ബേസ് എഫക്റ്റ് എന്ന് വിളിക്കാം. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. 1 രൂപ 100% ഗ്രോ ചെയ്താൽ 2 രൂപ. അതായത് 1 രൂപ 100% ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് 1 രൂപയും കൂടെ എക്സ്ട്രാ മതി. എന്നാൽ 100 രൂപ 100% ഗ്രോത്ത് ഉണ്ടാക്കണമെങ്കിൽ എക്സ്ട്രാ 100 രൂപയും കൂടി വേണം. അതായത് ലോ ബേസ് എന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഒരു നമ്പർ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പെർസെൻറ്റേജ് ഗ്രോത്ത് ഭയങ്കര കൂടുതലായിരിക്കും. ഹൈ ബേസിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അത്രത്തോളം നമ്പർ വന്നാൽ 100 100 എക്സ്ട്രാ വന്നാൽ, ഇപ്പോൾ ഗ്രോയിൻ്റെ കാര്യത്തിലാണ് യൂസേഴ്സിൻ്റെ കാര്യം നമുക്ക് പറയാം, 100ൽ കിടക്കുന്ന ഗ്രോയിന് 100 യൂസേഴ്സും കൂടി വന്നാൽ ആ പെർസെൻറ്റേജ് 100% ഉള്ളൂ. അതിനാണ് നമ്മൾ ഹൈ ബേസ് ലോ ബേസ് എഫക്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു ഹൈ ബേസിൽ ഗ്രോ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പെർസെൻറ്റേജ് വൈസ് ഭയങ്കര ഗ്രോത്ത് ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് എണ്ണവും വോളിയും അത്രത്തോളം ഗ്രോത്ത് ഉണ്ടാക്കണം. അത് ബ്രോക്കിംഗ് ബിസിനസ്സിന് മാത്രം ഇനി അങ്ങോട്ട് പറ്റാൻ ചാൻസ് ഇല്ല. കാരണം ബ്രോക്കിംഗ് ബിസിനസ് ഓൾറെഡി ഒരു മീഡിയം ലെവലിലെങ്കിലും മെച്ചുവർ ആയിട്ടുണ്ട്. പണ്ടത്തെ കോവിഡിൻ്റെ സ്റ്റേജിലുള്ള പോലെയല്ല. അതുകൊണ്ട് അതിന്ന് ഇനി അങ്ങോട്ടും 100% CAGR അവർക്ക് ഒരിക്കലും പോസിബിൾ അല്ല. ഞാനീ പറഞ്ഞ പോലെ പുതിയ വേർട്ടിക്കൽസ് എന്നും കാര്യങ്ങൾക്കും അതും കൂടി കമ്പൈൻ ചെയ്ത് അവർക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ, ഇന്നോവേഷനൊക്കെ ചെയ്ത് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് നല്ല പ്രോസ്പെക്ട്സ് ഉണ്ട്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ ഏത് സംഭവിക്കുന്നുള്ള കാര്യം ഓരോ ആൾക്കാരുടെ കൺവിക്ഷനാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് കൂടുതൽ എന്ത് ചെയ്യാം, ഗ്രോനെ പറ്റി റിസർച്ച് ചെയ്യുക, അവരെ പഠിക്കുക, അവരുടെ ഫൗണ്ടേഴ്സിനെ പറ്റി പഠിക്കുക, ഇനി അവരുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം. ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഗ്രോ IPയുടെ ബേസിക് ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. ആ ഒരു കാര്യം നടന്നു വിചാരിക്കുന്നു. ആ ഒരു കാര്യം എഫക്റ്റീവ്ലി ഞാൻ ചെയ്തു തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുകൂടാതെ ഇതുപോലത്തെ പേഴ്സണൽ ഫിനാൻസ് വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുകൂടാതെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കോഴ്സിൽ നമ്മൾ എല്ലാ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെ തരം മ്യൂച്വൽ ഫണ്ട്, ഏതൊക്കെ തരം മ്യൂച്വൽ ഫണ്ടിനാണ് നിങ്ങൾക്ക് ആക്ച്വലി ഗുണം ചെയ്യാം, ആൻഡ് ലോങ് ടേമിലേക്ക് എങ്ങനെ വെൽത്ത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിക്കാം, 20% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. നമുക്ക് അവിടെയും കാണാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.